പുതുവത്സരം ആഘോഷിക്കാൻ ഫോർട്ട് കൊച്ചി ഒരുങ്ങുമ്പോൾ സുരക്ഷയും കൂടുതൽ ശക്തമാക്കാനാണ് ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം. കഴിഞ്ഞ വർഷം ന്യൂ ഇയർ ആഘോഷിക്കാനായി വലിയ ജനക്കൂട്ടം എത്തിയപ്പോൾ വൻ ദുരന്തമാണ് ഒഴിവായത്. അതിനാൽ ഇത്തവണ സുരക്ഷാ വീഴ്ച ഉണ്ടാകാതിരിക്കുവാനുള്ള മുൻകരുതലാണ് അധികാരികൾ സ്വീകരിക്കേണ്ടത്. കേരളത്തിലെ ഏറ്റവും വലിയ പുതുവത്സരാഘോഷം നടക്കുന്നത് ഫോർട്ട് കൊച്ചിയിലാണ്. കേരളത്തിനകത്തു നിന്നും വിദേശത്തു നിന്നുമായി ലക്ഷക്കണക്കിന് പേരാണ് ന്യൂ ഇയർ ആഘോഷിക്കാനായി കൊച്ചിയിലെത്തുന്നത്. കഴിഞ്ഞ വർഷം 5 ലക്ഷത്തിലധികം ആളുകൾ ഒഴുകിയെത്തിയപ്പോൾ തലനാരിഴക്കാണ് വലിയ ദുരന്തം ഒഴിവായത്. എന്നാൽ ഇത്തവണ സുരക്ഷ ശക്തമാക്കുമെന്ന് കൊച്ചി മേയർ പറഞ്ഞു. പപ്പാനിയെ കത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ആളുകൾക്ക് പോകാൻ ഉള്ള വഴികൾ എന്തൊക്കെയാണ്, റോറോ ഓപ്പറേഷൻ എങ്ങനെയായിരിക്കണം, വണ്ടികൾ തോപ്പുംപടിയിൽ വെച്ച് തടയുകയും ബാക്കി ആളുകൾക്ക് ബസ്സിലും അല്ലെങ്കിൽ മറ്റു സൗകര്യങ്ങളും ഉപയോഗിച്ച് മാത്രം അവർക്ക് ഫോർട്ട് കൊച്ചിയിലേക്ക് വരാൻ കഴിയുന്ന സംവിധാനം ഒരുക്കുക, അങ്ങനെയൊക്കെയുള്ള റെസ്ട്രിക്റ്റ് ചെയ്യണത്. എല്ലാവരും ഓടി കാർണിവലിലേക്ക് പോവുക എന്ന ശൈലി നമ്മൾ ഒഴിവാക്കണം എന്നുള്ളതാണ്. പ്രാദേശികമായുള്ള ആഘോഷ പരിപാടികളിലും നമ്മൾ പങ്കെടുക്കണം. ഇന്ത്യയിലെ തന്നെ മികച്ച ന്യൂ ഇയർ ഡെസ്റ്റിനേഷനുകളിൽ ഒന്നായി കൊച്ചി മാറുമ്പോഴും പരിമിതികളും ഒരുപാടാണ്. ആഘോഷ പരിപാടി നടക്കുന്ന ഫോർട്ട് കൊച്ചി ഗ്രൗണ്ടിലെ സ്ഥലപരിമിതിയാണ് പ്രധാന പ്രതിസന്ധി. ഗതാഗത സൗകര്യമില്ലായ്മയും കനത്ത ഗതാഗത തടസ്സവും കഴിഞ്ഞ തവണ ജനങ്ങളെ വലച്ചു. നിരവധി വിദേശികളെത്തുന്ന ടൂറിസം മേഖലയായിരുന്നിട്ട് പോലും ഫോർട്ട് കൊച്ചിയിൽ വേണ്ടത്ര അടിസ്ഥാന സൗകര്യങ്ങളുമില്ല. സംവിധാനങ്ങൾ കുറവാണ് ഇവിടെ. ഫോർട്ട് കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഡെവലപ്പായിക്കൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ രണ്ടാമത് സ്മാർട്ട് മിഷൻ പദ്ധതിയിൽ ഫോർട്ട് കൊച്ചി അതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ തവണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാനിങ് തെറ്റി. അപ്പോൾ ആളുകൾ ഒരുപാട് കൊറോണയ്ക്ക് ശേഷം വന്ന ഒരു ന്യൂ ഇയറാണ്. അത് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് പല ഭാഗത്തു നിന്നും ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു. വന്ന് എല്ലാവരും അകത്തോട്ട് കയറി, പക്ഷെ തിരിച്ചു പോകാൻ പറ്റിയില്ല. ഇത്തവണ അതിനുള്ളൊരു സംവിധാനം ഉദ്യോഗസ്ഥന്മാർ കാണുമെന്നൊരു പ്രതീക്ഷയിലാണ്. തിരക്ക് കണക്കിലെടുത്ത് ഇത്തവണ പുലർച്ചെ 4 മണിവരെയാണ് ആഘോഷ പരിപാടികൾ ക്രമീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തവണ ഉണ്ടായ സുരക്ഷാ വീഴ്ച ഇത്തവണ ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതലാണ് ജില്ലാ ഭരണകൂടം സ്വീകരിക്കുന്നത്. CS ബൈജുവിനോടൊപ്പം അർച്ചന വിനോദ്, അമൃത ന്യൂസ്, കൊച്ചി.